നിന്റെ തലയുടെ കുഴപ്പം വെളിവില്ലായ്മ ഉണ്ടെന്ന് നീ സമ്മതിച്ചല്ലോ. ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ ഗംഗേട്ടാ. ജാത്തിയിലുള്ളത് തൂത്താ പോത്തില്ല എന്ന് പറയാറില്ലേ. ഈ പ്രായത്തിൽ ഇനി എന്നാ ചെയ്യാന്? ഈ തലയും തലച്ചോറും മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? അതിപ്പോ എന്റെ വീടല്ലല്ലോ. അത് തന്നെ ഒന്നാമത്തെ കുഴപ്പം. എങ്ങാണ്ടെന്ന് തെണ്ടി കയറി വന്ന പിച്ചക്കാരി അലീനയുടെ വീടാ അത്. ഞാൻ നോക്കുമ്പോ ആ വീട്ടിൽ സകലതും കുഴഞ്ഞു മറിഞ്ഞ് കുഴപ്പത്തിൽ കിടക്കുക. എന്തുവാടി അവിടെ കുഴഞ്ഞു കിടക്കുന്നേ? കാണാൻ കണ്ണു വേണം. ഒരു വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ അതിനൊരു ഫ്രെയിം വേണം. അച്ഛൻ, അമ്മ, മക്കൾ. കടപ്പാട്ടൊരു അമ്മയില്ല. അമ്മ എവിടെ പോയി? അമ്മയെ പുകച്ച് പുറത്തേ അടിച്ചു. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വേലക്കാരിയെ പ്രതിഷ്ഠിച്ചു. വേലക്കാരി, കുടുംബനാഥൻ, മക്കൾ. ഇങ്ങനെയാണോ ഒരു കുടുംബം? ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്രയും കാലം അവള് ബാലേന്ദ്രന്റെ മകളാണെന്ന് കള്ളക്കഥ പറഞ്ഞു നടന്നു. അവസാനം അത് പൊളിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അവളാ അവിടുത്തെ രാജകുമാരി. നിന്റെ മക്കളും അവളെ അംഗീകരിച്ചില്ലേ? കണ്ണും കൈയും ചിരിയും കാണിച്ച് മയക്കാൻ കഴിവുള്ള പെണ്ണുങ്ങള് എക്കാലത്തും ഉണ്ടായിരുന്നു ഗംഗേട്ടാ. ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടുത്തെ വേലക്കാരി എന്റെ മക്കളെയും കൊണ്ട് വേറൊരു വേലക്കാരിയുടെ വീട്ടിൽ പോയേക്കുന്നു. ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? വേലക്കാരി എന്നുള്ള ചിന്ത നീ ആദ്യം മനസ്സിൽ നിന്ന് എടുത്ത് കള. അതിന് താഴെ വേറെ വല്ല വാക്കുണ്ടോ? തൂപ്പുകാരി എന്ന് വിളിക്കാം, അവക്ക് ചേരും. വൈജയ്, ഞാൻ നിന്നോട് കലഹിക്കാനോ നിന്നെ മര്യാദ പഠിപ്പിക്കാനോ വന്നതല്ല. ഒരു സത്യം ഞാൻ പറയാം. അലീന കടപ്പാട്ടൂരിന്ന് പോയാൽ നിന്റെ കുടുംബം പിടിച്ചാ കിട്ടാത്ത പോലെ ചെതറിപ്പോവും. നിനക്കതാണോ വേണ്ടത്? തുമ്മിയ തെറിക്കുന്ന മൂക്ക് വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല ഗംഗേട്ടാ. തെറിക്കുന്നതൊക്കെ അങ്ങ് തെറിച്ച് പോട്ടെ. കൃഷ്ണമോൾ ഒഴികെ ബാക്കി രണ്ടുപേർക്കും പ്രായപൂർത്തിയായി. അവർക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിക്കട്ടെ. നിന്റെ ഇഷ്ടത്തിന് ആ വീട്ടിൽ നിനക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അലീന അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നീ 3 മാസം തികച്ച് ആ വീട്ടിൽ ജീവിക്കില്ല. വേണ്ടെന്നേ, ഞാൻ ഇറങ്ങിപ്പോക്കോളാം. എനിക്ക് അവളെ അവിടുന്ന് ഇറക്കി വിട്ടാ മതി. അതിനുശേഷം എന്ത് വന്നാലും ഞാൻ അനുഭവിച്ചോളാം. അലീന ആ വീട്ടിൽ നിന്ന് പോവുകയും നീ തിരികെ ആ വീട്ടിൽ ചെല്ലുകയും ചെയ്യുമ്പോ ബാലേന്ദ്രൻ പഴയ പോലെ നിന്നെ സ്നേഹിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്ക് ബാലേന്ദ്രന്റെ സ്നേഹം വേണ്ട. അല്ലെങ്കിൽ എപ്പോഴാ അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്? വൈജയ്, നീ നിന്നെ തിരിച്ചറിയുന്നില്ല. അതാണ് നിന്റെ കുഴപ്പം. നിനക്കാണ് ആരോടും സ്നേഹമില്ലാത്തത്, ബാലേന്ദ്രനോട്. രോഹിതും ഉണ്ടല്ലോ. എന്നാ നിങ്ങളും പോയി കിടക്കാൻ നോക്ക. ശരി ആന്റി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇയാള് മഹാമൊഷടനാണെന്നാ. ഇപ്പൊ വിചാരമൊക്കെ മാറിയോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സ്മാർട്ടായി. അലീന ചേച്ചിക്ക് പറ്റിയ ആങ്ങള. ഇവളെയും തപ്പി എടുത്തതാണോ? ഞങ്ങളുടെ മക്കളുടെ സ്ഥാനത്ത് ഇത്രയും പിള്ളേരുണ്ടായിട്ടാണല്ലോ ഞങ്ങൾ ആരും ഇല്ലാത്തവരെ പോലെ ഇത്രയും വർഷവും യാതൊരു സന്തോഷവും ഇല്ലാതെ ജീവിച്ചത്. ഞങ്ങളിനി വരുമ്പോ അവിടെ അലീന ഉണ്ടാവൂ.